എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്ന കാര്യം, അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ മാർച്ച് മാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് 100% സത്യം തന്നെയായിരിക്കും. ഇവർ രക്ഷപ്പെടാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം. ഈ മാസം അങ്ങോട്ട് അവസാനിക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. അത് എന്തൊക്കെയാണെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ദോഷപരിഹാര മാർഗങ്ങളും. വീഡിയോ കണ്ടു തുടങ്ങും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് തന്നെ. തൊഴിൽ രംഗത്ത് മേന്മയുടെ ദിവസങ്ങളാണ് വരുന്നത്. ധനവരവിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം വരും ദിവസങ്ങളിൽ ലഭിക്കും. അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കും. ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ സാധിക്കും. കലാരംഗത്ത് അംഗീകാരം. പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം. സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കും. കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം ഉണ്ടാകും. മറുനാട്ടിൽ ശുഭകാര്യ യോഗം. പ്രണയവിവാഹത്തിന് വാശി കൂടുന്ന സാഹചര്യം കൂടി കാണുന്നു. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് വരും ദിവസങ്ങൾ. സ്പോൺസർമാരിൽ നിന്നും അനുകൂല മറുപടികൾ ഉണ്ടാകും. സന്താനത്തിന് വിദേശത്ത് തൊഴിൽ യോഗം തെളിയുന്നുണ്ട്. കച്ചവടം മെച്ചപ്പെടുത്താൻ പറ്റിയ പുതിയൊരു ലോൺ സഹായം ലഭിക്കും. കലാരംഗത്ത് പുത്തൻ വഴിത്തിരിവിന് തുടക്കം കുറിക്കുകയാണ്. മികച്ച കൂട്ടുകെട്ടിന് മുൻകൈ എടുക്കും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തും. അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായിട്ടുള്ള ചുവടുമാറ്റം നടത്തും. കാർഷിക മേഖലയിൽ വരുമാനം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറാൻ സാധിക്കും. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്തണം. ദോഷപരിഹാരമായിട്ട് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ല സമയമാണ്. അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത. എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായ മറുപടി നൽകാൻ സാധിക്കും. വ്യവസായിക മേഖലയിൽ ഗുണ അനുഭവം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. സ്വകാര്യ വാഹനം മുഖേന ആദായം ലഭിക്കും. പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും. ചലച്ചിത്ര രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരണം. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം. കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല സമയം.
കലാപ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കും. വാടക വരുമാനം കൂടും. ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തും. ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ്. സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും. രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ അവസരമുണ്ട്. ഭവന നിർമ്മാണം പൂർത്തിയാക്കും. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് വിജയിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം. സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കും. കടബാധ്യതകൾ തീർക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗമുണ്ട്. സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ്. വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ്. മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും. ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ഉണ്ടാകും. ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗം കാണുന്നുണ്ട്. വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തി ലഭിക്കും. ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ വരും ദിവസങ്ങളിൽ തേടിയെത്തും. വസ്തു ഇടപാടിൽ വഴിത്തിരിവ്. സർക്കാർ ആനുകൂല്യം. ദൂരദേശത്ത് ധനവരവ്. സന്താനത്തിന് ജോലിയിൽ മാറ്റം. ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം. മേന്മയുള്ള മംഗല്യഭാഗ്യം. കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ, ഫ്ലാറ്റ് എന്നിവ സ്വന്തമാക്കും. എഞ്ചിനീയറിംഗ് മേഖലയിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്തും. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഭഗവതിക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ശങ്കരനാരായണന് നെയ്വിളക്ക്, വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് പുരോഗതി. ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം. വാഹനമോഹം പൂവണിയും. സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം. ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും. വ്യാപാര രംഗങ്ങൾ വിജയിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യം. ഉന്നത പദവിക്ക് നറുക്കുവീഴും. പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളികൾ സധൈര്യം നേരിടാൻ സാധിക്കും. കുടുംബക്ഷേത്രത്തിന് ധനസഹായം. ഉല്ലാസയാത്രകൾ നടത്താൻ അവസരങ്ങൾ. ആദായ വിലയിലേക്ക് വസ്തു സമ്പാദിക്കാൻ സാധിക്കും. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസ വിജയം. ഗുണകരമായ യാത്രകൾ നടത്താൻ അവസരങ്ങൾ. പ്രബല ബിസിനസ് ഗ്രൂപ്പുമായിട്ട് കരാർ പണികൾ ഏറ്റെടുക്കും. അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അന്യസംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിലും നേട്ടങ്ങളുടെ ഒരു കാലമാണ്. ഏജൻസി ഇടപാട് കൃത്യമായ അഴിച്ചുപണികൾ ആവശ്യമായിട്ട് വരും. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കണം. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ സഹായം ലഭിക്കും. അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത. സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ. ഇഷ്ടക്കാരിൽ നിന്ന് സമ്മാനം ലഭിക്കും. പുത്തൻ വാഹനയോഗം കാണുന്നുണ്ട്.
തീരുമാനങ്ങൾ തന്ത്രപരമായി നടപ്പാക്കും. മംഗല്യകാര്യങ്ങളിൽ അപ്രതീക്ഷിത പുരോഗതി കാണുന്നുണ്ട്. കലാരംഗത്ത് ഉണർവ്. നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി. പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ. കളത്ര സ്വത്തിൽ അവകാശം സിദ്ധിക്കും. ആയില്യം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക.